നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇന്ന് കുറവ്. ഏറിയും കുറഞ്ഞും ചാഞ്ചാടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണം. 2 ദിവസം മുൻപ് വലിയ ഇടിവ് സംഭവിച്ചത് ആഭരണ പ്രേമികൾക്ക് നേട്ടമായി. അന്ന് നിരവധി പേരാണ് അഡ്വാൻസ് ബുക്കിംഗ് എത്തിയതെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു. അതേസമയം 18 ക്യാരറ്റ് സ്വർണം കൗമാരക്കാർക്കിടയിൽ ട്രെൻഡ് ആകുന്നുണ്ടെന്നാണ് വിപണിയിൽ നിന്നുള്ള മറ്റൊരു വിശേഷം. ഇന്ന് പവന് 280 രൂപ കുറഞ്ഞു. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 53,000 രൂപയാണ് വില. 1 ഗ്രാം സ്വർണത്തിന് 6,625 രൂപയാണ് വില. മാർച്ച് മാസം 29-നാണ് ആദ്യമായി സ്വർണ്ണവില 50,000 കടന്നത്. അന്ന് ഒറ്റയടിക്ക് 440 രൂപ വർദ്ധിച്ച് 50,400 രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം 3-ാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത്. എന്നാൽ ഏപ്രിൽ 1 മുതൽ 50,000-ന് മുകളിൽ സ്വർണ്ണവില തുടരുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി റെക്കോർഡ് വിലയിലാണ് കേരളത്തിൽ സ്വർണ്ണ വ്യാപാരം നടക്കുന്നത്. ഏപ്രിൽ തുടങ്ങിയത് തന്നെ സർവ്വകാല റെക്കോർഡോടെയാണ്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള 3 അംഗ കമ്മിറ്റിയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണ്ണമാണ് കേരളത്തിൽ സാധാരണ കൂടുതൽ വിൽക്കുന്നത്. എന്നാൽ വില കൂടിയ സാഹചര്യത്തിൽ 18 ക്യാരറ്റിനും ആവശ്യക്കാർ ഏറിയിട്ടുണ്ട്. 18 ക്യാരറ്റിൽ വ്യത്യസ്ത മോഡലുകൾ ലഭ്യമാണ് എന്നതും ഇതിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ കാരണമാണ്. വിവാഹ ആവശ്യക്കാർ എല്ലാവരും അഡ്വാൻസ് ബുക്കിംഗ് രീതി സ്വീകരിക്കുന്നു എന്നതും പുതിയ മാറ്റമാണ്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് 53,000 രൂപയിലാണ് വിപണിയിൽ വിൽപ്പന നടക്കുന്നത്. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില പവന് 54,520 രൂപയായിരുന്നു. ഡോളർ സൂചികയിൽ അല്പം ഇടിവ് വന്നിട്ടുണ്ട്. 106-ൽ നിന്ന് 105-ലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് സൂചിക. ഇത് സ്വർണ്ണവില ഉയരാൻ കാരണമായേക്കും. ഡോളറിനെതിരെ 83 രൂപ 38 എന്ന നിരക്കിലാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം. അതേസമയം എണ്ണവില ബ്രന്റ് ക്രൂഡ് ബാരലിന് $88 തുടരുകയാണ്. എണ്ണവില കൂടണമെന്നാണ് ഉൽപ്പാദക രാജ്യങ്ങളുടെ താല്പര്യം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മറിച്ചും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 58,000 രൂപ വരെ ചെലവ് വന്നേക്കാം. പണിക്കൂലിയും GSTയും ചേരുമ്പോഴാണ് ഇത്. പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ വിൽക്കുന്ന ചില ജ്വല്ലറികളുണ്ട്. എന്നാൽ മിക്ക ജ്വല്ലറികളിലും കുറഞ്ഞ വില 4 മുതൽ 5% വരെ പണിക്കൂലി ഈടാക്കുന്നവരാണ്. ഡിസൈൻ കൂടിയ ആഭരണങ്ങൾക്ക് പണിക്കൂലിയും വർദ്ധിക്കും. പഴയ സ്വർണം വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് ഇന്ന് 51,500 രൂപ പവന് ലഭിച്ചേക്കാം. തങ്കത്തിന്റെ വില അടിസ്ഥാനമാക്കിയാണ് പഴയ സ്വർണത്തിന് ജ്വല്ലറികൾ വില നിശ്ചയിക്കുക. വാങ്ങിയ ജ്വല്ലറിയിൽ തന്നെ സ്വർണ്ണാഭരണം വിൽക്കുമ്പോൾ 2% കുറയ്ക്കാനാണ് സാധ്യത. ജ്വല്ലറി മാറി വിൽക്കുന്ന വേളയിൽ 4% വരെ കുറവ് വരുത്തിയേക്കാം. ഓരോ ദിവസത്തെയും ഡോളർ വില, രൂപയുടെ വിനിമയ നിരക്ക്, രാജ്യാന്തര വിലയ്ക്ക് അനുസരിച്ച് ഇന്ത്യയിൽ 24 ക്യാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക്, മുംബൈയിൽ ലഭ്യമാകുന്ന സ്വർണത്തിന്റെ നിരക്കുകൾ, ഇതെല്ലാം അവലോകനം ചെയ്താണ് ഓരോ ദിവസത്തെയും സ്വർണ്ണവില ഇവർ നിശ്ചയിക്കുന്നത്.